അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് ചെയ്തു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അമലാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 70,000 പ്രാവശ്യം ചൊല്ലിയാൽ, ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ പറയുന്നു, എനിക്ക് അള്ളാൻ്റെ റസൂൽ പറഞ്ഞതായി കേട്ടു, അള്ളാൻ്റെ റസൂൽ പറഞ്ഞതായി എനിക്ക് ഒരു ഹദീസ് കിട്ടി. ആ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അള്ളാഹു തആല അവൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുത്തു കൊടുക്കുമെന്നാണ്. എന്ന് മാത്രമല്ല, മഹാനവറുകൾ പറയുന്നു, ഒരാൾ മരണപ്പെട്ടതിൻ്റെ ശേഷം ആ മരണപ്പെട്ട മനുഷ്യനിക്ക് വേണ്ടി മറ്റുള്ള ആൾക്കാർ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹദിയ ചെയ്താൽ അപ്പോഴും ആ മരണപ്പെട്ട മനുഷ്യൻ്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊറുത്തു കൊടുക്കുമെന്ന് മഹാനവറുകൾ പറയുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നത് കാണാം, ഞാൻ പലപ്പോഴും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി തഹ്ലീൽ ചൊല്ലാൻ വേണ്ടി 70,000 പ്രാവശ്യം തഹ്ലീൽ ചൊല്ലി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഹദിയ ചെയ്യാൻ വേണ്ടിയുള്ള സദസ്സുകൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ചങ്ങാതിമാരൊക്കെ വിളിച്ച് ഭക്ഷണത്തിൻ്റെ ഏർപ്പാടും നടത്തി അതാ തഹ്ലീൽ ചൊല്ലാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മഹാനുണ്ടായിരുന്നു. അതായത് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന, കശ്ഫുകൾ അറിയുന്ന, മറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മഹാനാണ് അദ്ദേഹം. നമ്മുടെ സദസ്സിൻ്റെ മധ്യത്തിൽ അദ്ദേഹം പൊട്ടിക്കരയുന്നത് നമുക്ക് ദൃശ്യമായി. അദ്ദേഹത്തോട് കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ ഉമ്മയെ ഖബറിൽ ശിക്ഷിക്കുന്നതായി ഞാൻ ഇപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, അതുകൊണ്ട് വലിയ ബേജാറായി. അപ്പോഴാണ് അവിടെ കൂടിയിരുന്ന ആൾക്കാർ അവർ ചൊല്ലിയ തഹ്ലീൽ ഈ ഉമ്മാക്ക് വേണ്ടി ഹദിയ ചെയ്തു. അപ്പോഴാണ് ഈ ബാല്യക്കാരൻ ചിരിക്കുന്നത്. എന്നിട്ട് ആ ബാല്യക്കാരൻ പറഞ്ഞു, അൽഹംദുലില്ലാ, ഇപ്പോൾ എൻ്റെ ഉമ്മ വലിയ സന്തോഷത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ മരണപ്പെട്ടു പോയവർക്ക് തഹ്ലീൽ 70,000 പ്രാവശ്യം ചെയ്ത് ഹദിയ ചെയ്താൽ, അതല്ലെങ്കിൽ നാം മരണപ്പെടുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി, നമ്മുടെ ആഖിറത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി 70,000 പ്രാവശ്യം തഹ്ലീൽ ചൊല്ലുക എന്നുള്ളത് നമ്മുടെ ആഖിറത്തിൻ്റെ വിജയത്തിന് വലിയ കാരണമാകുന്നു. ഈ സംഭവം ബഹുമാനപ്പെട്ട മഹാന്മാർ അവരുടെ കിതാബുകളിൽ കൊടുത്തത് കാണാം. മിർഖാത്തുൽ മഫാത്തിഹ് എന്ന കിതാബിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിലും പറയുന്നു. വിശാലമായി പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയുടെ തംബീഹുൽ ഗബി ബി തബ്രിഅത്ത് ഇബ്നുൽ അറബി എന്ന കിതാബിലും, ജാമിഉ കറാമാത്തുൽ ഔലിയ എന്ന കിതാബിലും, മജാലിസു സുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ അർബഈനിൻ്റെ ശർഹാകുന്ന മജാലിസു സുന്നയിലും ഒക്കെ ഈ ഹദീസ്, ഈ സംഭവം പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോമിനി, പലപ്പോഴും നമ്മുടെ നാട്ടിലെ വഹാബികൾ പറയുന്നത് മരണത്തോടുകൂടെ എൻഡ് തീർന്നുപോയി, ഇനി എന്തു ചെയ്തിട്ടും കാര്യമില്ല എന്ന് വഹാബികൾ പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, നിങ്ങളുടെ നേതാവാകുന്ന, നിങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാമായി അംഗീകരിക്കുന്ന, നിങ്ങൾ ഏറ്റവും വലിയ പണ്ഡിതനായി നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കിതാബിൽ അദ്ദേഹത്തോട് 70,000 പ്രാവശ്യം തഹ്ലീൽ ചൊല്ലുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയുണ്ടായി. മാത്രമല്ല, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇങ്ങനെ തഹ്ലീൽ ചൊല്ലി ഹദിയ ചെയ്താൽ അത് മയ്യിത്തിനിക്ക് ഉപകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ നഫഅഹു ബിദാലിക, അതുകൊണ്ട് ആ മയ്യിത്തിനിക്ക് ഉപകാരമുണ്ടാകുമെന്നാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആയുസ് തീരുന്നതിന് മുമ്പ് 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അതിനേക്കാൾ കൂടുതൽ കൂട്ടാൻ കഴിയുമോ അത് ചൊല്ലുക. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ചൊല്ലി